വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമതായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? NVS-02. GSLV F-15 റോക്കറ്റ് ഉപയോഗിച്ച് 2025 ജാനുവരി 29-നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടത്തിയത്. ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മിഷൻ ഡയറക്ടർ തോമസ് കുര്യനാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. നിലവിലെ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ICCയുടെ 2024 ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ജസ്പ്രീത് ബുംറ. നെക്സ്റ്റ് വൺ, 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഫൈനലിൽ തോൽപ്പിച്ചത് ഏത് രാജ്യത്തെയാണ്? ദക്ഷിണാഫ്രിക്ക. 2025 നടക്കുന്ന ആക്സിയോം ദൗത്യം 4ന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? സുധാംശു ശുക്ല. നാസയും ISROയും സ്വകാര്യ കമ്പനിയായ ആക്സിയോം സ്പേസും ചേർന്നുള്ള ദൗത്യമാണ് ഇത്. ഈ വർഷം നടക്കാനിരിക്കുന്ന ദൗത്യം പൂർത്തിയാകുന്നതോടുകൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ആര് മാറുകയാണ്? സുധാംശു ശുക്ല മാറും. ഏത് രാജ്യത്തിന്റെ ടെക് സ്റ്റാർട്ടപ്പാണ് ഡീപ് സീക്ക്? ഏത് രാജ്യത്തിന്റെ ടെക് സ്റ്റാർട്ടപ്പിന്റെ പേരാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്? ഏത് രാഷ്ട്രത്തിന്റെയാണ്? ചൈനയുടെയാണ്. നെക്സ്റ്റ് വൺ, സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ. 2024 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിൽ ഹൈദരാബാദിലാണ് ഫൈനൽ നടന്നത്. അത് വെസ്റ്റ് ബംഗാൾ ആരെയാണ് തോൽപ്പിച്ചത്? കേരളത്തെയാണ് തോൽപ്പിച്ചത്. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിനായി ജാനുവരി 1 സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? വലിച്ചെറിയൽ വിരുദ്ധ വാരം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. പുതിയ കേരള ഗവർണർ ആരാ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ ഗവർണറാണ്. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല. ഒഡീഷ ഗവർണർ ഹരി ബാബു കമ്പംപതി. മിസോറാം ഗവർണർ VK സിംഗ്. നെക്സ്റ്റ് വൺ, 2024 നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 49. 2023 ഇന്ത്യക്ക് 60ാം സ്ഥാനമായിരുന്നു. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? AB വാജ്പേയി. ഇന്ത്യയിലെ സമാന്തര സിനിമാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംവിധായകൻ 2024 ഡിസംബറിൽ അന്തരിക്കുന്നു. ആരാണ് അദ്ദേഹം? ശ്യാം ബെനഗൽ. അങ്കൂറ്, നിശാന്ത്, മന്ഥൻ, ഭൂമിക, സർദാരി ബീഗം, സുബൈദ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളാണ്. ഓർത്തുവെക്കണം. ഗാന്ധിജിയുടെ 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെ ആസ്പദമാക്കി ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തോടെ സംവിധാനം ചെയ്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ. വളരെ പ്രധാനമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി ഫാത്തിമ മീറിന്റെ ദ അപ്രന്റീസ്ഷിപ്പ് ഓഫ് എ മഹാത്മാ എന്ന പുസ്തകമാണ് ആ സിനിമയ്ക്ക് ആധാരമായത്. എന്നും കൂടി ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട്, ഇൻഡോർ, മധ്യപ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ചെയർമാനായി നിയമിതനായ
സുപ്രീം കോടതി മുൻ ജഡ്ജി ആരാണ്? മദൻ ബി ലോക്കൂർ. US-ന്റെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? വെള്ളത്തലയൻ കടൽപ്പരുന്ത്, ബാൾഡ് ഈഗിൾ. സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്ന നേട്ടം അടുത്തിടെ സ്വന്തമാക്കിയ നാസയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്താണ്? പാർക്കർ സോളാർ പ്രോബ്. രാജ്യത്തിന്റെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിൽ വലിയ തിരിച്ചടി നേരിട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിന് 2024 ഡിസംബർ 24 എത്ര വർഷം തികയുന്നു? 25 വർഷം. 2025 പുതുവർഷ ദിനത്തിൽ അന്തരിച്ച ഡോക്ടർ KS മണിലാലിന്റെ പ്രധാന സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. 38ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമാലയൻ മൊണാൽ. അത് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ്. ദേശീയ ഗെയിംസിന്റെ ഇത്തവണത്തെ പ്രമേയം എന്താണ്? സങ്കൽപ് സേ ശിഖർ തക്. MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? വൈശാഖൻ. ബലാറൂസിൽ 7ാമതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിവരുന്ന പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ സൗന്ദര്യ. ദേശീയ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? വർക്കല. 2025 ജാനുവരിയിൽ അയർലൻഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ്? എയ്വോൻ. അടുത്തത് 2025 ജാനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായത് ആര്? വി ഗീത. ഒരു ഇടവേളയ്ക്ക് ശേഷം ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മൈക്കേൽ മാർട്ടിൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? അയർലൻഡ്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ആദ്യ മെഡൽ നേടിക്കൊടുത്തത് ആര്? സാജൻ പ്രകാശ് നീന്തലിനാണ് ഇരട്ട വെങ്കലം നേടി. ചാറ്റ് GPT, ജെമിനി, ക്ലോസ്ഡ് AI എന്നിവയെല്ലാം കടത്തിവെട്ടി ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായി മാറിയ ഡീപ് സീക്ക് V3 ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യമേതാണ്? ചൈന. സന്നദ്ധ സംഘടനയായ പ്രഥം പുറത്തുവിട്ട ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2ാമത് മിസോറാം. 2025 ജാനുവരിയിൽ അന്തരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിന്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ P കൃഷ്ണകുമാർ. EK നായനാരുടെ ഒളിവു കാല ഓർമ്മകൾ എന്ന പുസ്തകം രചിച്ച പത്രപ്രവർത്തക ആരാണ്? തുളസി ഭാസ്കരൻ. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ 2ന്റെ ഭാഗമായി INS വി തരണി പായ്ക്കപ്പലിൽ ലോകം ചുറ്റുന്ന ലഫ്റ്റനന്റ് കമാൻഡർമാരായ K ദിൽനയും A രൂപയും ലോകത്തെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ ഏത് ഭാഗമാണ് മുറിച്ച് കടന്നത്? പോയിന്റ് നിമോ. 2024 ഒക്ടോബർ 2 ഗോവയിൽ നിന്നാണ് ഇവർ യാത്ര തിരിച്ചത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.